ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രശാന്തനെ വീണ്ടും വിളിച്ചു വരുത്തി കണ്ണൂർ ടൗൺ പോലീസ് ചോദ്യം ചെയ്തു. തനിക്ക് 2 ഒപ്പുകളുണ്ടെന്നും 2 ഒപ്പും തന്റേതാണെന്നും പ്രശാന്തൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പരാതിയിൽ ഒപ്പിട്ടതും താൻ തന്നെയാണ് എന്നാണ് പ്രശാന്തന്റെ വാദം. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നു. ഫെലിക്സ്, വലിയ തോതിൽ വിവാദമായിരുന്നു. ഒന്ന്, ഈ NOC വാങ്ങിച്ചുകൊണ്ടിട്ട ഒപ്പും മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലെ ഒപ്പും രണ്ടും രണ്ടായിരുന്നു. പേരിന്റെ കാര്യത്തിലും വ്യത്യാസമുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ന്യായീകരിക്കുകയാണ് പ്രശാന്തൻ എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അന്വേഷണ സംഘം? അന്വേഷണ സമിതി 3ാമത്തെ തവണയാണ് പ്രശാന്തനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. അതിനുശേഷം ചോദ്യം ചെയ്തതിനു ശേഷം പുറത്തേക്ക് വന്ന പ്രശാന്തനാണ് മാധ്യമങ്ങളോട് എനിക്ക് 2 ഒപ്പുണ്ട് എന്ന് പറഞ്ഞത്. അതിൽ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ NOCയിലെ ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഒപ്പം തന്റെ തന്നെ എന്നാണ് ഇപ്പോൾ പ്രശാന്ത് തുറന്ന് പറയുന്നത്. അതായത് ഈ ഒപ്പ് വ്യാജമാണെന്നുള്ള ആരോപണങ്ങൾക്ക് നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ താൻ 2 ഒപ്പും തന്റെ തന്നെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചത് താനാണ്, ആ കത്തിൽ ഒപ്പിട്ടത് താനാണെന്ന് സമ്മതിക്കുകയാണ് ഇപ്പോൾ പ്രശാന്തൻ ചെയ്തിട്ടുള്ളത്. അതായത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നും നവീൻ ബാബുവിന് താൻ കൈക്കൂലി നൽകിയെന്നുമുള്ള ആരോപണമാണ് പ്രശാന്തൻ ഉന്നയിച്ചത്. ആ ഉന്നയിച്ച ആരോപണത്തിൽ ഇപ്പോഴും പ്രശാന്തൻ ഉറച്ചു നിൽക്കുന്നു. അത് മാത്രമല്ല, തനിക്ക് 2 ഒപ്പുണ്ട്, അതൊരു വ്യാജ ഒപ്പല്ല, താൻ ഇട്ട ഒപ്പാണ് NOCയിലെയും ഒപ്പം മുഖ്യമന്ത്രിയുടെ പരാതിയിലും ഉള്ളത് എന്നതാണ് ഇപ്പോൾ പ്രശാന്ത് വ്യക്തമാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രശാന്തിനെതിരെ ഇതുവരെയും പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. പ്രശാന്തിന്റെ മൊഴി പലതവണ രേഖപ്പെടുത്തിയിരുന്നപ്പോൾ തന്നെ താൻ സ്വർണം പണയം വെച്ച് അതിൽ നിന്നും എടുത്ത വായ്പ ആണ് ഈ 98,500 രൂപ താൻ കൈക്കൂലിയായി നൽകിയതെന്ന വാദത്തിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് പ്രശാന്ത്. ശരി ഫെലിക്സ്, എന്തായാലും കഴിഞ്ഞ തവണ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് പ്രശാന്തൻ വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓടുന്ന പ്രശാന്തനെയാണ് കണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. പ്രശാന്തൻ, ആ വാക്കുകളൊന്ന് കേൾക്കാം. അത് രണ്ടും എൻ്റെ ഒപ്പാണ്. രണ്ടൊപ്പുണ്ട്. ഇവിടെ പറയാനില്ല. മതി ഇവിടെ വേറൊന്നും പറയാനില്ല. പറഞ്ഞല്ലോ, പരാതി ഞാൻ കൊടുത്താണെന്ന് പറഞ്ഞല്ലോ. അതെ. എനിക്ക് 2 ഒപ്പ് ഉണ്ട്. വളരെ വിചിത്രമാണ് വാദം, വളരെ വിചിത്രമാണ് വാദം. എനിക്ക് 2 ഒപ്പുണ്ട്, ആ 2 ഒപ്പും എന്റേതാണ്, ഞാൻ തന്നെയാണ് ഈ 2 ഒപ്പ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശാന്തൻ പറയുന്നത്. പ്രശാന്തൻ ഇനി എന്തൊക്കെ പറയും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും അന്വേഷണ സംഘത്തോടും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടാകും. ദുരൂഹമാണ് എന്തായാലും ആ പരാതി പക്ഷേ എൻ്റേത് തന്നെയാണ് എന്ന് പ്രശാന്തൻ ഇപ്പോഴും വാശി പിടിക്കുകയാണ്. വേറൊന്നും വഴിയില്ലല്ലോ.